ഹേ ഗൈസ്, കഴിഞ്ഞ ദിവസം എൻ്റെ തല മുട്ടയടിക്കാൻ വേണ്ടി പളനി പോയപ്പോൾ എടുത്ത വീഡിയോ ആണ്. എൻ്റെ തല മുട്ടയടിക്കുന്ന വീഡിയോ ആണിത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എന്താ പറയുന്നത്, ഒരു 8 വർഷം മുന്നേ. സാധുവാണെങ്കിൽ, സാധാരണ പിള്ളേരാണെങ്കിൽ ഒരു 2 വയസ്സൊക്കെ ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടിച്ചാടി നടക്കുന്ന പ്രായമാണ്. പിന്നെ മോള് സ്പെഷ്യൽ സൈഡ് ആയതുകൊണ്ട് തന്നെ മോള് ഒരുപാട് സമയം എടുത്തായിരുന്നു. അപ്പോൾ പിന്നെ 2 വയസ്സൊക്കെ ആയപ്പോൾ മോള് കുഞ്ഞു പിള്ളേർ കൂട്ടി ഇങ്ങനെ വലിഞ്ഞ് തറയിലൂടെ വലിഞ്ഞ് നടക്കുന്ന ഒരു ടൈമേ ആയിട്ടുള്ള 2 വയസ്സായപ്പോൾ അന്നേരം ഭയങ്കര വിഷമമായിരുന്നു. നമ്മൾ കുറേയൊക്കെ ഹോസ്പിറ്റലിൽ അന്ന് ലൈഫ് ലൈനിലായിരുന്നു അവിടെ കാണിച്ചുകൊണ്ടിരുന്നതും. അങ്ങനെയൊക്കെ കുറേയൊക്കെ ഇങ്ങനെ മാറി കാണിച്ചിട്ട് എന്താണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞത് 7 മന്ത് ബേബി ആയതുകൊണ്ട് ഓക്കെ ആവും എന്നൊരു ഇതൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെ കുറേ നാൾ നോക്കി, അങ്ങനെയൊന്നും ആയില്ലായിരുന്നു. അന്നേരം പിന്നെ അതൊരു വിഷമമാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള വിഷമം നമ്മളങ്ങനെ ആരോടും വെളിയിലോട്ട് പറയത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇരുന്നൊരു സമയത്ത് ഇങ്ങനെ നടന്നിങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ഒരാൾ പറയുന്നത് കേട്ട്, പളനി ഇതുപോലെ നേർച്ച പറഞ്ഞാൽ മതി, മുട്ടയടിക്കാൻ നേർച്ച പറഞ്ഞാൽ മതി, അന്നേരം ഇപ്പം ശരിയാവും എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ നമ്മളിൽ ചില സമയത്ത് നമ്മൾ ആരെവിടെയെങ്കിലും ഒരു ആശ്വാസമൊക്കെ കിട്ടുമ്പോൾ നമ്മളതിൽ പിടിക്കുമല്ലോ എന്ന് പറയുന്ന സമയത്ത്. അന്ന് ആ ഒരു സമയത്ത് എനിക്കതിൽ ഓവർ വിശ്വാസമോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ എന്തോ ആ മനസ്സിൽ എനിക്ക് അങ്ങനെ പറയണം തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഭഗവാനെ എൻ്റെ കുഞ്ഞു പ്രായത്തിൽ നടക്കുകയാണെങ്കിൽ എൻ്റെ തല കൊണ്ടുവന്ന് പളനിയിൽ മുട്ടയടിക്കാമെന്ന് പറഞ്ഞു. അത് ഏകദേശം അവൾക്കൊരു 2 വയസ്സുള്ളപ്പോഴാണ്. പിന്നെ ഒരു 2-2.25 വയസ്സായപ്പം സാധുവിനെ പളനി കൊണ്ട് സാധുവിൻ്റെ ആദ്യത്തെ മുടി അവിടെ വെച്ചാൽ എടുത്തത്. പിന്നെ അങ്ങനെ ഇരുന്നു ചികിത്സയും കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്നിരുന്നു. ഇപ്പോൾ സാധുവിന് 10.5 വയസ്സ്. സാധു 10 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് കുറച്ച് ബെറ്ററായിട്ട്, സർജറി ഒക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് ബെറ്ററായിട്ട് നടക്കാൻ തുടങ്ങി. അന്നേരം പിന്നെ വിചാരിച്ചു, അതിനുശേഷം പല പ്രാവശ്യം നമ്മളിങ്ങനെ മനസ്സിലുണ്ടെങ്കിലും പല ആൾക്കാർ എന്ത് വിചാരിക്കും, നമ്മൾ മുട്ടയടിച്ചേക്ക് എന്ത് വിചാരിക്കും, അങ്ങനെയൊക്കെയുള്ള ചിന്ത മനസ്സിൽ കുറേ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരുന്നു. കൂടെയുള്ളവരെ എന്തെങ്കിലും പറയുക, നമ്മളെ കളിയാക്കും, അങ്ങനെയുള്ള ഒരുപാട് ചിന്തകളൊക്കെ ഇങ്ങനെ മനസ്സിനെ വല്ലാണ്ട് അലട്ടിക്കൊണ്ടിരുന്നു. പക്ഷെ ഈ ഇടയായിട്ട് കുറച്ച് സമയമായിട്ട് എന്നാൽ പിന്നെ അത് ചെയ്തേക്കാം എന്ന് വിചാരിച്ച് പെട്ടെന്ന് പ്ലാൻ ചെയ്തു. ഞാനും മിനിയമ്മയും പൊന്നുകൂടെ പെട്ടെന്ന് തന്നെ പളനി പോയി തലമുട്ടയടിച്ച്. വളരെ നല്ലൊരു യാത്രയായിരുന്നു. തലമുട്ടയടിച്ച് അവൾക്ക് വേണ്ടി അപ്പം നേർച്ചയായിരുന്നു. അപ്പോൾ അവൾ നടന്നു കണ്ടപ്പം എന്തിൻ്റെ പുറത്തായാലും, നേർച്ചയുടെ പുറത്തായാലും, ഡോക്ടർമാർ ഇതായാലും, പിന്നെ എല്ലാവരെയും പ്രാർത്ഥനയായാലും നമ്മുടെ പ്രാർത്ഥനയായാലും എല്ലാവരും ഇതുകൊണ്ട് പിന്നെ അങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടവും. അത് നടന്നതുകൊണ്ട് നമ്മളോടൊപ്പം എന്തായാലും അത് ചെയ്തു. വളരെ സന്തോഷപൂർവ്വം ചെയ്തു. കുഞ്ഞ് 1008 പടി ഉണ്ടായിരുന്നു. കുഞ്ഞ് തന്നെ ചവിട്ടി കയറി അവിടെ ചെന്ന് തൊഴുതു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2.5 വയസ്സുള്ള സമയത്ത് അവളെയും കൊണ്ട് പോകുമ്പം അവൾ നടക്കത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ 3-4 സ്റ്റെപ്പ് ഇങ്ങനെ വെച്ച് കയറ്റിയിട്ട് ബാക്കി ഞാൻ എടുത്തുകൊണ്ടാണ് കയറിയത്. ആ ഒരു സമയത്ത് മറ്റുള്ള പിള്ളേരൊക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മൾ വളരെയധികം മാനസിക വിഷമത്തിലായിരുന്നു. കാരണം അവരുടെ കുട്ടികൾ 1-1.5 വയസ്സായി നടന്നു പോയപ്പോൾ നമ്മൾ കുഞ്ഞിനെ 2.5 വയസ്സായി ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്ന കാണുമ്പോൾ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. ഞാനത് സാധുവിനോട് പറയുകയും ചെയ്തു, മോളെ കുഞ്ഞിനെ ഇങ്ങനെ കൊണ്ടുവന്ന സമയത്ത് എടുത്തോണ്ട് അമ്മ നടന്നത്. ആ എടുത്തോണ്ട് നടന്ന സമയത്ത് അമ്മ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്, കരഞ്ഞുകൊണ്ട് എടുത്തോണ്ട് നടന്നത്. ഇപ്പം മോൻ ഇങ്ങനെ നടന്നു പോകുന്ന കാണുമ്പോൾ സന്തോഷമുണ്ട്, അമ്മച്ചിക്ക് ഒരുപാട് സന്തോഷമാണ്. അന്നേരം പറഞ്ഞു, അമ്മ ഇങ്ങോ ഞാൻ അമ്മയ്ക്ക് പറ്റത്തില്ല, ഞാൻ പിടിക്കാം എന്നുള്ള രീതിയാണ് പുള്ളിക്കാരിക്ക്. അങ്ങനെയാണ് പുള്ളിക്കാരി എന്നെ കൊണ്ട് വരുന്നത്. അമ്പലത്തിൽ ഫുള്ള് ഒരു ഭാഗത്തും എടുക്കേണ്ടി വന്നില്ല. എല്ലാ ഭാഗത്തും പുള്ളിക്കാരി തന്നെ ഓടിച്ചാടി നല്ല വൃത്തിക്ക് നടന്ന് കയറി എല്ലാം തൊഴുത് വന്ന് കണ്ട് എല്ലാം വളരെ സന്തോഷമായിട്ട് കാര്യങ്ങളെല്ലാം അവസാനിച്ചു.